ലേലുയാ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും സർവശക്തനായ സ്വർഗീയതാതന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ബലഹീനരായ നമുക്ക് തക്ക സമയത്ത് കൃപ തന്ന് ആത്മശക്തി തന്ന് ഓരോ ദിവസവും സ്നേഹത്തോടെ വഴി നടത്തുന്ന കർത്താവിന് സ്തോത്രം. പത്രോസ് എഴുതിയ 2-ാം ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്. 3-ാം അധ്യായം 10 തൊട്ട്. കർത്താവിൻ്റെ ദിവസം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിവസത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ. ക്രിസ്തു പരിശുദ്ധനാണ്. അവിടുത്തെ പിതാവ് പരിശുദ്ധനാണ്. സ്വർഗവും പരിശുദ്ധമാണ്. അശുദ്ധി അല്പം പോലുമില്ല. കറയും ചുളുക്കവും കളങ്കവും അല്പം പോലും സ്വർഗത്തിലില്ല. ആ സ്വർഗത്തിൽ സ്ഥിരമായി വസിക്കുവാൻ, അങ്ങോട്ട് പോകുവാൻ തയ്യാറെടുക്കുന്നവരാണ് വിശ്വാസികൾ. സ്വർഗം പരിശുദ്ധമായതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയും വിശുദ്ധമായിരിക്കണം. പത്രോസ് പറയുന്നു, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്സാരമായ ഏതെങ്കിലും ഭൗമിക നേട്ടങ്ങളല്ല നാം പ്രതീക്ഷിക്കുന്നത്. ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം തന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും താൽക്കാലിക നിക്ഷേപങ്ങളല്ല. അതിനേക്കാളൊക്കെ വലുതാണ് എറ്റേണൽ ഇൻഹെറിറ്റൻസ്. സ്വർഗത്തിൽ ദൈവമക്കൾക്കായി ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നുമില്ലാത്ത ഒരവകാശം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനം പുതിയ ആകാശം, നീതി നിവസിക്കുന്ന പുതിയ ഭൂമി. അങ്ങോട്ട് പോകുവാനായി കാത്തിരിക്കുന്നവർ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? കറയും കളങ്കവുമില്ലാതെ ജീവിക്കണം. നമ്മെ വിളിച്ചത് പരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവം വസിക്കുന്ന നിത്യമായ സ്വർഗത്തിലേക്കാണ് നാം പോകാനിരിക്കുന്നത്, ആകാംക്ഷയോടെ. അതിനാണ് നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നിർബന്ധമായും ഈ പ്രതീക്ഷയുള്ള ക്രിസ്തു വന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പ്രത്യാശയുറപ്പമുള്ള എല്ലാ ദൈവമക്കളും ഈ ഭൂമിയിൽ കറയും കളങ്കവും ഇല്ലാതെ ജീവിക്കണം. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അഗ്നി കൊണ്ട് ദൈവം തന്നെ ദഹിപ്പിക്കും. നമുക്ക് അക്കാര്യത്തിൽ ഒരു പങ്കുമില്ല. നാം പ്രാർത്ഥിച്ചാലും അക്കാര്യം നടക്കും. ഇത് നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യും. ഇവിടെ പത്രോസ് പറയുന്നത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താണ്? ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെ നിങ്ങൾക്ക് ഒരു രീതിയിലും സ്വാധീനിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം നയിക്കണം, കറയും കളങ്കവും ഇല്ലാത്തവരായിരിക്കണം. കാരണം എന്താണ്? 1 പത്രോസ് 2:21 തൊട്ട് 1 പത്രോസ് 2:21 തൊട്ട് വായിക്കുന്നു. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. പാപം ചെയ്യാത്ത, അധരത്തിൽ
വഞ്ചന കാണപ്പെടാത്ത സമ്പൂർണ്ണ മാതൃകയായ പരിശുദ്ധിയിൽ ജീവിച്ച യേശുവാണ് നമ്മുടെ മാതൃക. ഇനി നമ്മളെ വിളിച്ചത് സ്വർഗീയ പിതാവാണ്. 1 പത്രോസ് 1:14 തൊട്ട് മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അതാണ് ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ കൽപ്പന. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. എല്ലാ ദൈവമക്കൾക്കും ബാധകമായ കാര്യമാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഇനി പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 തെസ്സലോനി 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. ദൈവമക്കൾ എന്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നു? കർത്താവിന്റെ വരവ് അടുത്തു. ഈ ഭൂമിയിൽ നിന്ന് അവർ പറന്നു പോകാൻ ഇനി അധികം സമയമില്ല. അതുകൊണ്ട് ജീവിത വസ്ത്രം വെണ്മയായി സൂക്ഷിക്കുന്ന പരിശ്രമത്തിലാണ് യഥാർത്ഥ ദൈവമക്കൾ. കുഞ്ഞാടിന്റെ കാന്ത തന്നെ അണിയിച്ചൊരുക്കുകയാണ്. നീതിയുടെ വസ്ത്രം അവൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 13:11 തൊട്ട് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ദൈവമക്കൾ വിശുദ്ധിയിൽ ജീവിക്കണം. ഈ ഭൂമിയിൽ അവർ അന്യരാണ്, പരദേശികളാണ്. ദൈവമക്കളുടെ പൗരത്വം സ്വർഗത്തിലാണ്. കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഏത് സമയത്തും സംഭവിക്കാം. ദൈവമക്കൾ വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ വിശുദ്ധിയെ തികയ്ക്കണം. എഫേസ്യ ലേഖനം 5:1 തൊട്ട് വത്സല മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെപ്പോലെ വർത്തിക്കുവീൻ. പ്രകാശത്തിന്റെ ഫലം
സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കുഞ്ഞാടിന്റെ കാന്ത തന്നെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നത് ആരുടെയും നിർബന്ധം അനുസരിച്ചല്ല. അവളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു രക്ഷകൻ, അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ, സ്വന്തം രക്തം നൽകിയ ഒരു രക്ഷകൻ. കുഞ്ഞാടിന്റെ കാന്തയ്ക്കറിയാം, എൻ്റെ മണവാളൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ആരുടെയോ പ്രേരണ നിമിത്തമല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കും, അവിടുത്തെ കൽപ്പനകൾ പാലിക്കും. വിശുദ്ധ ജീവിതം നമുക്ക് അസഹ്യത ഉളവാക്കുന്ന ഒന്നല്ല. നമ്മൾ വിശുദ്ധിയാണ് ഇഷ്ടപ്പെടുക. എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഏർപ്പെടുകയില്ല. അതാണ് യഥാർത്ഥ മണവാട്ടിയുടെ മനോഭാവം. ഇപ്പോൾ മണവാട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെളിപ്പാട് 19:7 തൊട്ട് നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ചാർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് ആ വസ്ത്രം. വിശുദ്ധരുടെ സൽപ്രവൃത്തികളാകുന്ന വസ്ത്രം, അതിൻ്റെ വിശേഷത എങ്ങനെയാണ്? ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൈവം കാര്യമാക്കുന്നത് നമ്മുടെ സ്വഭാവ വിശുദ്ധിയാണ്, ബാഹ്യമായ മോടികളല്ല, ബാഹ്യമായ അലങ്കാരങ്ങളല്ല. നമ്മുടെ വിശുദ്ധ ജീവിതമാണ് ദൈവത്തിന് മുഖ്യം. അത് തിരിച്ചറിഞ്ഞ കുഞ്ഞാടിന്റെ കാന്ത ബാഹ്യമോടികൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, പിന്നെയോ ദൈവത്തിന് പ്രസാദകരമായ വിശുദ്ധ പ്രവർത്തികൾ ചെയ്യുവാനാണ് അവൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഹാലേലൂയ, ഹാലേലൂയ. 2 പത്രോസ് 3:14 ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ദൈവസഭ, അവിടെ ആരാധിക്കുന്ന വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ കാന്തയാണ്. ക്രിസ്തുവിന് അനേക കാന്തയില്ല, അനേക മണവാട്ടിമാരില്ല. ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തിയ എല്ലാ വിശ്വാസി സമൂഹവും, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വിശുദ്ധിയിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹവും ചേരുമ്പോൾ അതാണ് മണവാട്ടി. അനേക മണവാട്ടികളില്ല, സഭ മണവാട്ടിയാണ്, മണവാട്ടിമാരില്ല. ദൈവസഭയിൽ വിശ്വാസികളുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വിശുദ്ധിയിൽ വാസ്തവത്തിൽ ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ ഒരു സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. കളങ്കവും ചുളുക്കവും കറയുമൊന്നുമില്ലാതെ ജീവിത വസ്ത്രം വെണ്മയായി കൊണ്ടു നടക്കുന്ന വിശ്വാസികളാൽ നിറഞ്ഞ ഒരു സഭ ഒരു പ്രദേശത്തുണ്ടാവുക, അതെത്ര ധന്യമാണ്. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ദൈവമക്കൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്നു, ആരാധനയ്ക്കായി കൂടി വരുന്നു. അതെത്ര ഉന്നതമായൊരു കാര്യമാണ്. സഭാ രാഷ്ട്രീയമില്ല, നീയാണ് വലുത്, നിന്നേക്കാളും വലുത് നീയാണ് ചെറുത്, ഞാനാണ് വലുത്, അങ്ങനെയുള്ള വടംവലികളില്ല.
എല്ലാവരും താഴ്മ ധരിക്കുന്നു, മറ്റുള്ളവരുടെ ഗുണം നോക്കുന്നു, സ്വന്തം ഗുണമല്ല. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുന്നു, ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. സാമ്പത്തിക കാര്യത്തിലും ജീവിതത്തിലും എല്ലാം വിശ്വസ്തത പുലർത്തുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്നു. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുള്ള സഭ ഒരു പ്രദേശത്തുണ്ടായാൽ അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മണവാട്ടി തന്നെ തന്നെ അണിയിച്ചൊരുങ്ങി നിൽക്കുകയാണ്. വിശുദ്ധിയാണ് അവളുടെ വസ്ത്രം. ഒരു കല്യാണത്തിന് ഇതാ മണവാട്ടി വരുന്നു, പല്ലു തേക്കാതെ, കുളിക്കാതെ. അങ്ങനെ സാധാരണ സംഭവിക്കില്ല. ഇതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അണിഞ്ഞൊരുങ്ങി നിൽക്കണം. എന്തുകൊണ്ടാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്? ബാഹ്യമോടികളെ കൊണ്ടല്ല. പിന്നെയോ കുഞ്ഞാടിന്റെ കാന്ത ധരിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികളാകുന്ന നീതിവസ്ത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കളങ്കവുമില്ല, കറയുമില്ലാത്ത ക്രിസ്തുവിന്റെ മണവാട്ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ കർത്താവ് കറയില്ലാത്ത കുഞ്ഞാടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലാണ് ഈ വിശ്വാസികൾ, നമ്മളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിന്റെ പ്രഷ്യസ് ബ്ലഡിനാലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷകൻ കറയും കളങ്കവും ഇല്ലാത്തവനായതുകൊണ്ട് ഈ രക്ഷകന് യോജിച്ച ഒരു മണവാട്ടിയാണ് ദൈവസഭ. വാസ്തവത്തിൽ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കറയില്ലാത്ത ചെമ്മരിയാടാണ് യേശു ക്രിസ്തു. ആ പരിശുദ്ധനായ കുഞ്ഞാടിന്റെ മണവാട്ടിയും കറയും ചുളുക്കവുമില്ലാതെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവന് മുന്നിൽ നിൽക്കണം. കറ, ചുളുക്കം അത് പാപത്തെയാണ് കാണിക്കുന്നത്. എഫേസ്യ ലേഖനം 5:26 തൊട്ട്, എഫേസ്യർ 5:26 തൊട്ട്, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും വിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. പല്ല് തേക്കാത്ത, കുളിക്കാത്ത, കറയും ചുളുക്കവും ഉള്ള ഒരു മണവാട്ടിയെ ചേർക്കാനല്ല യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. പിന്നെ എങ്ങനെയുള്ള മണവാട്ടിയെ ചേർക്കാനാണ്? ഇത് അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും വിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തലനായ പൗലോസ് വിശ്വാസികൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളുടെ മണവാളനാണ്. ക്രിസ്തു നിങ്ങളുടെ മണവാളനാണെങ്കിൽ നിങ്ങൾ മണവാട്ടിയാണ്. ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം വഴിവിട്ടു മാറരുത്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും പരിശുദ്ധനായ ദൈവകുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്. എൻ്റെ ജീവിത വസ്ത്രം ഒരു രീതിയിലും അല്പം പോലും കറയോ ചുളുക്കമോ ഇതിൽ വരാൻ പാടില്ല. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 11:2 തൊട്ട്, എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെ എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം
ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മണവാട്ടി 100% കർത്താവിനോട് വിശ്വസ്തത പുലർത്തണം. ഹാലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ, കർത്താവിന് സ്തോത്രം. ബോബന സിസ്റ്റർ 2 പത്രോസ് 3:15 കിട്ടിയാലൊന്ന് വായിക്കാം. 2 പത്രോസ് 3:15. 2 പത്രോസ് 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ 2 പത്രോസ് 3:14 ധ്യാനിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വാക്യം 2 പത്രോസ് 3:15 നാം വരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. And regard the patience of our Lord as salvation. And regard the patience of our Lord as salvation. Just as also our beloved brother Paul, according to the wisdom given him, wrote to you. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്, മനസ്സലിയുള്ളവനാണ്. ഒരു പാപി അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ സമ്പൂർണമായി ക്ഷമിച്ച് അവനെ വിശുദ്ധീകരിക്കുവാൻ, നീതീകരിക്കുവാൻ, നിത്യശിക്ഷാവിധി മാറ്റി ക്രിസ്തുവിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി അവനെ മാറ്റുവാൻ കർത്താവിന് പൂർണ്ണ മനസ്സുണ്ട്. കർത്താവിൻ്റെ ദീർഘക്ഷമ നാം നന്നായി അനുഭവിച്ചിട്ടുണ്ട്. രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് അജ്ഞതയുടെ കാലഘട്ടത്തിൽ നമ്മളും പല തിന്മകൾ ചെയ്തവരാണ്. പക്ഷേ ദൈവക്രോധം നമ്മുടെ നേരെ അയച്ച് നമ്മളെ ദഹിപ്പിച്ചില്ല. നമുക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരങ്ങൾ നീട്ടി തന്നു. അങ്ങനെ നമ്മൾ രക്ഷയിലേക്ക് വന്നു, മാനസാന്തരപ്പെട്ടു. ഇനി രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പല രീതിയിലുള്ള ലംഘനങ്ങളും അനുസരണക്കേടുകളും പാപങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം അപ്പോഴും നമ്മോട് ദീർഘക്ഷമ കാണിച്ചു. കുഞ്ഞാടിൻ്റെ കാന്ത കളങ്കവും ചുളുക്കവും ഒന്നുമില്ലാത്തവളായിരിക്കണം. പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെയാണോ ജീവിച്ചത്? യാതൊരു പാപത്തിൻ്റെ കറയും പാപത്തിൻ്റെ ചുളുക്കവും കൂടാതെ നമ്മുടെ ജീവിത വസ്ത്രം കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മൾ 100% വിജയിച്ചിട്ടുണ്ടോ? എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ചുളുക്കം വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിച്ചു. നമുക്ക് മാനസാന്തരപ്പെടാനും പറ്റിയ തെറ്റോർത്ത് യഥാർത്ഥത്തിൽ അനുദപിക്കാനും നമുക്ക് പറ്റിയ വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് പിന്നെ ആ മേഖലയിൽ വിജയകരമായി ജീവിക്കാനുമൊക്കെ ദൈവം നമുക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ, അവരെ ദൈവം വഹിച്ചു കൊണ്ടുപോയി. അത്ര നല്ലവരൊന്നും ആയിരുന്നില്ല, മത്സരിക്കുന്നവരായിരുന്നു. പക്ഷെ ദൈവത്തിന് ദീർഘക്ഷമ കാരണം അവർ മുടിഞ്ഞു പോയില്ല പൂർണ്ണമായി. ദൈവം അവരോട് കാണിച്ചതിനേക്കാളും എത്രയോ വലിയ മനസ്സലിവാണ് രക്ഷയിലേക്ക് വന്ന നാം ഓരോരുത്തരോടും ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾക്കും ഈ ദീർഘക്ഷമ വളരെ അനുഗ്രഹമാണ്. നമുക്ക് തെറ്റിതിരുത്തുവാനും മാനസാന്തരപ്പെടുവാനും ദൈവത്തിൻ്റെ വഴിയിൽ ശരിയായി നടക്കുവാനുമൊക്കെ അവസരങ്ങൾ ദീർഘമാക്കി തരികയാണ്. വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. പല പരാജയങ്ങളും വന്നെങ്കിലും നമ്മളെ നിഷേധിക്കാതെ ഇതാണ് വഴി, ഇനി ആ വഴിയിലൂടെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു അധ്യാപകൻ തെറ്റുവരുത്തുന്ന കുട്ടിയെ ശാസിച്ചും സ്നേഹിച്ചും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും കൊണ്ടു നടക്കുന്നത് പോലെ അതിനേക്കാൾ മനോഹരമായി നമ്മളെ കൊണ്ടു നടക്കുകയാണ്. ഇത് കർത്താവിൻ്റെ ദീർഘക്ഷമ. കർത്താവിൻ്റെ ദീർഘക്ഷമ നമുക്കും അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ഇനി രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ സംബന്ധിച്ചോ, അവർക്കും ഈ കർത്താവിൻ്റെ ദീർഘക്ഷമ വളരെ പ്രയോജനകരമാണ്. അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ആ അവസരം അവർ നഷ്ടപ്പെടുത്താതെ, ആ അവസരത്തെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസായി കരുതാതെ അവർ മടങ്ങി വന്ന് അനുദപിച്ച് ക്രിസ്തുവിലേക്ക് വന്നാൽ അവർക്ക് ആത്മരക്ഷയുണ്ട്. വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നുള്ള വിമോചനമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, ആത്മരക്ഷ പ്രാപിച്ചവരാണ്. പക്ഷെ നമുക്കും ഈ കർത്താവിൻ്റെ ദീർഘക്ഷമ എത്രയോ അനുഗ്രഹകരമാണ്. നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. രക്ഷിക്കപ്പെടാത്തവർക്കും ഇതാ ഇപ്പോഴും അവസരം ദൈവം ദീർഘമാക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഇതുവരെയും സംഭവിക്കാതിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ എത്ര വലുതാണ്! ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 3:9 വായിക്കുന്നു. കാലതാമസത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിന് ദീർഘക്ഷമയെക്കുറിച്ച് തൊട്ട് മുകളിൽ 9-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് 15-ാം വാക്യത്തിൽ ആ ദീർഘക്ഷമയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. പൗലോസും കർത്താവിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ദീർഘക്ഷമ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് ആക്കിയാൽ പിന്നെ ദൈവക്രോധത്തിൻ്റെ ഇരകളാകുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴി ആ അഹങ്കാരിയായ ദൈവം തന്ന അവസരം ഉപയോഗിക്കാത്ത ആ മനുഷ്യനെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും ഇല്ല. റോമാലേഖനം 2:4 തൊട്ട്. റോമ 2:4 തൊട്ട്. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്താണ്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അത് മനസ്സിലാക്കാത്ത വ്യക്തികളുണ്ട്. നമ്മൾ ദൈവമക്കളാണ്, എന്നിട്ട് പോലും നമ്മളൊന്ന് നേരെ ചൊവ്വേ ആകുവാൻ, കറയും ചുളുക്കവും മാറുവാൻ ദൈവം എത്ര ദീർഘക്ഷമ നമ്മോട് കാണിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. വീണ്ടും വീണ്ടും പല ലംഘനങ്ങളും ആവർത്തിച്ച് ചെയ്യുകയാണ്. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? ദൈവം അവസരങ്ങൾ വെച്ചു കൊടുത്തിട്ടും നിഷേധിക്കുന്ന എത്രയോ ആളുകൾ, രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ട്. പക്ഷെ ദൈവമക്കളുടെ ഇടയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിവസത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സഹിഷ്ണുത, ക്ഷമ ഒരുവൻ്റെ നേരെ വെച്ചു നീട്ടിയിട്ടും അത് ആ വ്യക്തി നിസ്സാരമാക്കുകയാണെങ്കിൽ, എന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ ഈ ദീർഘക്ഷമയുടെ ലക്ഷ്യമെന്നുള്ള കാര്യം തിരിച്ചറിയാതെ ദൈവത്തിന് പ്രകോപനപരമായ പാപങ്ങൾ തന്നെ തുടർന്നുകൊണ്ടിരുന്നാൽ ഇത് അവിശ്വാസിക്ക് മാത്രമല്ല വിശ്വാസിക്കും ബാധകമാണ് എന്ന കാര്യം മറക്കരുത്. ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ
ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ഹല്ലേലൂയ. 1 തിമോത്തി 1:16. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. ദൈവത്തിൻ്റെ കരുണ പാപികളിൽ ഒന്നാമനായ പൗലോസിന്റെ നേരെ കർത്താവ് പ്രദർശിപ്പിച്ചു. പൗലോസിന് മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണ നമ്മളും പാപികളിൽ ഒന്നാമന്മാർ തന്നെയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം കിട്ടുമ്പോൾ നമ്മളും പറയും, ഞാനാണ് പാപികളിൽ ഒന്നാമൻ. പൗലോസ് മാത്രമല്ല. പൗലോസ് പറയുന്നു, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. പൗലോസ് പറയുന്നത്, പാപികളിൽ ഒന്നാമനായ എന്നോട് പോലും ദൈവം ഇത്രമാത്രം ദീർഘക്ഷമ കാണിച്ച് എനിക്ക് നിത്യജീവൻ തന്നുവെങ്കിൽ പാപികളിൽ ഒന്നാമന്മാരല്ലാത്ത ധാരാളം ആളുകളുണ്ടല്ലോ, അവരെ ദൈവം എത്രമാത്രം തൻ്റെ ക്ഷമയാൽ, ദീർഘക്ഷമയാൽ രക്ഷിക്കും. പൗലോസിന് രക്ഷിക്കപ്പെടാമെങ്കിൽ ഏത് നീചപാപിക്കും രക്ഷിക്കപ്പെടാനുള്ള അവസരമുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന് ദീർഘക്ഷമ. പക്ഷേ സമയം വൈകുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടണം. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം. പൗലോസ് ഒരു മോഡലാണ്. ഏറ്റവും വലിയ പാപിക്ക് കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണ മുഖാന്തരം പാപക്ഷമ ലഭിക്കും. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുകയാണെങ്കിൽ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, കാരണം പാപികളിൽ ഒന്നാമനാണ്. അങ്ങനെയുള്ള പൗലോസിന് പോലും ദൈവത്തിൻ്റെ കാരുണ്യം ലഭിച്ചെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ എത്രയോ അവസരങ്ങളുണ്ട്. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക്. ഭാവിയിൽ ഇനി എത്രയോ പേർ വിശ്വസിക്കാനിരിക്കുന്നു. അവർ സംശയിക്കേണ്ട കാര്യമില്ല. പൗലോസ് എന്ന നീചനായ വ്യക്തിക്ക് പോലും കാരുണ്യം ലഭിച്ചില്ലേ? അപ്പോൾ എനിക്കും കാരുണ്യം കിട്ടും. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഈ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ് ഇനിയും ധാരാളം പേർ അനുദപിച്ച് സുവിശേഷം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വൈകുന്നത്. അടുത്ത വാക്യം വായിക്കാം, ബോബിന സിസ്റ്റർ. 1 തിമോത്തി 1:16 വായിക്കാം. 1 തിമോത്തി 1:16. 1 തിമോത്തി 1:16. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുവാനുള്ളവർക്ക് ദൃഷ്ടാന്തമായ സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഓക്കെ, ഇനി 1 പത്രോസ് 3:19 തൊട്ട്. ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. ഇവിടെയും പത്രോസ് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ചാണ് പറയുന്നത്. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ജനമഹങ്കാരികളായിരുന്നു, പക്ഷേ നോഹ നീതി പ്രസംഗിയായിരുന്നു. ജനത്തോട് മാനസാന്തരപ്പെടാൻ പ്രസംഗിച്ചിട്ടുണ്ടാകണം. പക്ഷേ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചു. എന്തിനു വേണ്ടിയാണ്? മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. ദൈവം കാത്തിരുന്നു. പെട്ടെന്ന് അവരെ നശിപ്പിക്കുകയായിരുന്നില്ല. ഒരു നീതി പ്രസംഗിയെ ദൈവം നിയമിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു, ഇവർ മാനസാന്തരപ്പെടണം. ദൈവം കാത്തിരുന്നു. ആരെങ്കിലും മാനസാന്തരപ്പെടുമോ? ആരും മാനസാന്തരപ്പെട്ടില്ല. അപ്പോഴാണ് ജലപ്രളയം അയച്ചത്. ഇത് തന്നെയാണ് രണ്ടാമത്തെ വരവിലും സംഭവിക്കാനിരിക്കുന്നത്. ഇപ്പോൾ ദീർഘക്ഷമ കാണിക്കുന്നു,
മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുന്നു. അത് തള്ളിയാൽ പിന്നെ ദൈവക്രോധമല്ലാതെ പ്രളയമല്ല, ഇനി അഗ്നിമഴി, ഇനി ദൈവത്തിൻ്റെ അഗ്നിയാണ് ഇറങ്ങുന്നത് ക്രോധമായിട്ട്. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ക്ഷമാപൂർവം കാത്തിരിക്കുക. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം ഏത് പാപിക്ക് അവസരം കൊടുക്കുന്നവനാണ്. അത് നിഷേധിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നിത്യമായ നരകത്തിൽ പോകേണ്ടി വരുന്നത്. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. പിന്നെ രക്ഷയില്ല, പിന്നെ പ്രളയമാണ്, മുങ്ങി മരിച്ചു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. ഹല്ലേലൂയ. അപ്പസ്തോലനായ പത്രോസ് ഈ അവസാന അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവ് കള്ളനെ പോലെ വരും. ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കൾ അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തുസൂക്ഷിക്കപ്പെടുന്നവയാണ്. അതുകൊണ്ട് എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. വിശ്വാസികൾ കറയും കളങ്കവും ഇല്ലാതെ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് വ്യാജപ്രവാചകന്മാരെന്താണ് പറയുന്നത്? വിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിത വസ്ത്രം കളങ്കവും ചുളുക്കവും ഇല്ലാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? യേശു രണ്ടാമത് വരുമെന്നോ അവിടുത്തെ വാഗ്ദാനങ്ങളൊന്നും അവിടുന്ന് നിറവേറ്റുകയില്ല. ക്രിസ്തു രണ്ടാമത് വരികയില്ല. പിന്നെ നിങ്ങൾ ഈ പെടാപ്പാട് പെടുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് വിശുദ്ധ ജീവിതമൊക്കെ നയിക്കുന്നത് എന്തിനാണ്? അതാണ് വ്യാജപ്രവാചകന്മാർ പറയുന്നത്. 2 പത്രോസ് 3-ാം അധ്യായം, ബോബന സിസ്റ്റർ ഒന്ന് വായിക്കുക. 2 പത്രോസ് 3-ാം അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വായിക്കും. 2 പത്രോസ് 3:3-4. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുന്നു. 2 പത്രോസ് 3:3-4 വരെ. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ. ദൈവമക്കളെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പ്രചോദനമേകുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് രണ്ടാമത്തെ വരവിനെ കുറിച്ച്. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന അനേക മനോഹരങ്ങളായ നിത്യമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വാഗ്ദാനമുണ്ട്. പക്ഷേ ഇവിടെ വ്യാജപ്രവാചകന്മാർ എന്താണ് പറയുന്നത്? പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ, അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? യഥാർത്ഥ വിശ്വാസികൾക്ക് യാതൊരു സംശയവുമില്ല. യേശു വരുമോ? എന്നെ സ്വർഗത്തിലേക്ക് പോകുമോ? ആ സംശയമില്ലാത്ത വിശ്വാസികളെല്ലാം കറയും കളങ്കവും ഇല്ലാതെ അവരുടെ ജീവിത വസ്ത്രത്തെ വെണ്മയായി കാത്തു സൂക്ഷിക്കുന്നതിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്താണ് യേശു വരാത്തത്? ഇനി വരുമോ? വരാമെന്ന് പറഞ്ഞവൻ ശരിക്കും വരുമോ? അങ്ങനെ ഒരു സംശയം കടന്നാൽ ആ വ്യക്തി പിന്നെ വിശ്വാസിയല്ല. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഏതെങ്കിലും രീതിയിൽ സംശയിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ വിശ്വാസിയല്ല. ഇനി യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ വാസ്തവത്തിൽ വരുമോ എന്ന് സംശയിക്കുന്ന ഒരുവനാണെങ്കിൽ ഒരിക്കലും വിശുദ്ധിയിൽ ജീവിക്കാനും സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നിശ്ചയമായി നടക്കും.
ഈ ഉറപ്പ് പ്രാപിച്ചവരാണ് ജീവിത വസ്ത്രം കറയും കളങ്കവും ഇല്ലാതെ കാത്തു സൂക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കേ സിസ്റ്ററെ. ഓക്കെ, 2 പത്രോസ് 3 ഓക്കെ 8-9. 2 പത്രോസ് 3:8-9. 2 പത്രോസ് 3:8-9. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഓക്കെ, നാം ധ്യാനിക്കുന്ന വാക്യം 2 പത്രോസ് 3:15 നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ ദീർഘക്ഷമ. പത്രോസ് പറയുന്നത് ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടൊഴിക്കപ്പെടും, അത് സംഭവിക്കും. പക്ഷെ ഇതുവരെ ഭൂമി ദൈവം കത്തിച്ചു കളഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഈ ഭൂമിയെ ദൈവം കത്തിച്ചു കളയേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെയും ഭൂമി കത്തിക്കാതിരിക്കുന്നത്. കാരണം സോദോം ഗൊമോറ ദൈവം കത്തിച്ചു കളഞ്ഞു. കാരണം ജനങ്ങൾ വളരെ മ്ലേച്ഛത പ്രവർത്തിച്ചു. അപ്പോൾ അത് കത്തിച്ചു കളഞ്ഞു. ഈ 21-ാം നൂറ്റാണ്ടിൽ സോദോം ഗൊമോറ ആ നഗരങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങളെക്കാളും എത്രയോ മ്ലേച്ഛത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിൽ മ്ലേച്ഛതയുള്ളവർ ജീവിച്ചിട്ടുണ്ട്, 20-ാം നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ എല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ദൈവം സോദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ ഈ ജനങ്ങളെയും ഭൂമിയെയും നശിപ്പിച്ചില്ല? വാസ്തവത്തിൽ ഈ ഭൂമിയെ അനേക വർഷങ്ങൾക്ക് മുമ്പ് തീ കൊണ്ട് ദൈവം ദഹിപ്പിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് അതിന് ന്യായമുണ്ട് അങ്ങനെ ചെയ്യുവാൻ. കാരണം സോദോം ഗൊമോറയിലെ ജനങ്ങളെക്കാളും മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നത്. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൂമിയെ ഇതുവരെയും കത്തിച്ചു കളയാതിരിക്കുന്നത്? അതാണ് പത്രോസ് പറയുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ. പണ്ടേ കത്തിച്ചു കളയേണ്ടതാണ്. ഒരു തവണയല്ല, വേണമെങ്കിൽ അനേക തവണ കത്തിക്കാമായിരുന്നു. അത്രമാത്രമുണ്ട് ചില അധർമ്മികളുടെ പാപത്തിൻ്റെ കാഠിന്യം. പക്ഷേ പത്രോസ് പറയുന്നു ഇതുവരെ കത്തിച്ചിട്ടില്ല, ഇതുവരെ ക്രിസ്തു വന്നിട്ടില്ല. എന്തുകൊണ്ട്? ദീർഘക്ഷമ, ദീർഘക്ഷമ. 2 പത്രോസ് 3:8 കാലവിളംബത്തെക്കുറിച്ച് 2 പത്രോസ് 3:8 പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസത്തെ പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവത്തിൻ്റെ ദീർഘക്ഷമ. പക്ഷെ അത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ലോക ജനത കർത്താവിലേക്ക് വന്നിരുന്നുവെങ്കിൽ എത്ര ഭാഗ്യമായേനെ. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരെയും നശിപ്പിക്കാനല്ല, എല്ലാവരെയും കത്തിച്ചു കളയാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. തിമോത്തിയോസിൻ്റെ ലേഖനം നമ്മോട് പറയുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. താൻ സൃഷ്ടിച്ച ഒരു വ്യക്തിയെപ്പോലും കത്തിച്ചു കളയാനല്ല ദൈവത്തിൻ്റെ താല്പര്യം. എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. പക്ഷെ മനുഷ്യൻ്റെ ചില അധർമ്മികളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് അവർ രക്ഷ തള്ളിക്കളഞ്ഞ് ശിക്ഷാവധി ചോദിച്ചു വാങ്ങുന്നത്. 2 പത്രോസ് 2:4 വായിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ
പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റേഴു പേരോടുകൂടി അവിടുന്ന് കാത്തു രക്ഷിച്ചു. സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. നോഹയുടെ കാലത്ത് അയച്ച ജലപ്രളയം, സോദോം ഗൊമോറയുടെ നാശം, അതൊക്കെ ഓർത്താൽ ഈ ഭൂമിയെ വളരെ മുമ്പ് തന്നെ നശിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നശിപ്പിച്ചില്ല? അതാണ് പത്രോസ് പറയുന്നത്, കർത്താവിൻ്റെ ദീർഘക്ഷമ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. 2 പത്രോസ് 3:14-15 വായിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. ഇത് നമുക്കും വലിയൊരു ആനുകൂല്യമാണ്. ദൈവമക്കളായ നമുക്കും ചില മേഖലകളിൽ മാനസാന്തരപ്പെടാനും തെറ്റിതിരുത്തുവാനുമൊക്കെ കർത്താവ് നമുക്ക് അവസരം നീട്ടിത്തരികയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 6:2-3 അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ക്രിസ്തു വന്നിട്ടില്ല. ഇത് രക്ഷാകര ദിവസമാണ്, സുപ്രസാദ സമയമാണ്. ആ അവസരം ഉപയോഗിച്ച് രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ ഈ രക്ഷയുടെ പേടകത്തിലേക്ക് കയറിയിരുന്നുവെങ്കിൽ വരുവാനുള്ള വലിയ ന്യായവിധിയിൽ നിന്ന് അവർക്ക് മോചനം കിട്ടുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 7:1 പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. 2 പത്രോസ് 3:14-15 വീണ്ടും വായിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. Just as also our beloved brother Paul, according to the wisdom given him, wrote to you. പത്രോസും പൗലോസും എത്ര അടുത്ത സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചവരാണ്. പത്രോസ് പൗലോസിനെ വിളിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ്. വാസ്തവത്തിൽ പൗലോസ് പത്രോസിനെ ശാസിച്ചിട്ടുണ്ട് നമുക്കറിയാം. വിജാതികളോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ മനസ്സില്ലാതെ പത്രോസ് മാറി നിന്നപ്പോൾ സുവിശേഷത്തിന് ഒട്ടും യോഗ്യമല്ലാത്തൊരു പ്രവൃത്തി പത്രോസ് ചെയ്തു. തദ്ഫലമായി പൗലോസ് മുഖത്ത് നോക്കി പത്രോസിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെയുള്ള പൗലോസിനെ പത്രോസ് വിളിക്കുന്നത് എന്താണ്? ബിലവഡ് ബ്രദർ. തെറ്റ് പത്രോസിന്റെ ഭാഗത്തായിരുന്നു. ഒരിക്കലും സുവിശേഷത്തിന് യോഗ്യമായ ഒരു പ്രവൃത്തിയല്ല പത്രോസ് ചെയ്തത്. പക്ഷഭേദം കാണിച്ചു, ജാതികളോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ വിസമ്മതിച്ചു, ചില യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി. അപ്പോൾ പൗലോസ് കഠിനമായി ശാസിച്ചപ്പോൾ പത്രോസിന്റെ മനോഭാവം എന്താണ്? എൻ്റെ തെറ്റ് ഈ പൗലോസ് തിരുത്തിയല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മുഖസ്തുതി പറഞ്ഞ് നമ്മളെ പുകഴ്ത്തുന്നതിനേക്കാളും
പുകഴ്ത്തുന്ന വ്യക്തികളെക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ തെറ്റ് തിരുത്തുവാൻ നമ്മളെ ശാസിക്കുന്ന ചില സഹോദരങ്ങൾ. പത്രോസ് പൗലോസ് തൻ്റെ തെറ്റ് തിരുത്തിയപ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല, പൗലോസ് നീ എന്തിനാണ് എൻ്റെ തെറ്റ് തിരുത്തുന്നത്? ഞാനല്ലേ നേരത്തെ യേശുവിനെ അറിഞ്ഞത്, അതിനുശേഷമല്ലേ നീ ക്രിസ്തു ശിഷ്യനായത്? നോ. പത്രോസിന് സന്തോഷമേ ഉള്ളൂ. പത്രോസിന് പൗലോസിനോട് ഒരു ഗ്രഡ്ജുമില്ല. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ താഴ്മയുള്ളവരാണ് എങ്കിൽ ആരെങ്കിലും നമ്മുടെ പോരായ്മ ഒരുപക്ഷെ നമ്മൾ അറിയാതെ പല മേഖലകളിലും വീഴ്ച വരുത്തുന്നവരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സഹോദരൻ സഹോദരി നിന്റെ ജീവിതത്തിൽ ഇന്ന ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കണം. അല്ലാതെ എന്നെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഗ്രഡ്ജ് വെച്ച് പുലർത്തരുത്. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് എന്താ ചെയ്തത്? നാഥാനെ നീ എന്താണ് പറഞ്ഞത്? ആ മനുഷ്യൻ നീ തന്നെ. എന്നെ ഈ രീതിയിൽ അപമാനിക്കുകയാണോ? നോ. ദാവീദ് രാജാവാണ്. പക്ഷേ തൻ്റെ തെറ്റ് ബോധ്യമായപ്പോൾ ഉടനെ തന്നെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, മാനസാന്തരപ്പെടുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. ഇവിടെ പൗലോസ് പത്രോസിനെ ശകാരിച്ച ആ വചനഭാഗം ഒന്ന് വായിക്കുകയാണ്. ഗലാത്യർ 2:11 തൊട്ട്. എന്നാൽ കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് പൗലോസാണ്, ഞാൻ അവനെ, അതായത് പത്രോസിനെ മുഖത്തു നോക്കി എതിർത്തു. തെറ്റ് ചെയ്താൽ എത്ര വലിയ വ്യക്തിയായാലും പൗലോസ് കാര്യം തുറന്നു പറയും, പത്രോസാണെന്ന് നോക്കുന്നില്ല. എന്നാൽ കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു. യാക്കോബിന്റെ അടുത്ത് നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ യഹൂദന്മാരാണ്, പരിച്ഛേദിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി. അവരുടെ കാപഢ്യത്താൽ ബർണബാസ് പോലും വഴിതിരിക്കപ്പെട്ടു. നേതാവ് തെറ്റ് ചെയ്താൽ അണികളും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. പത്രോസിന് ഇവിടെ പിഴച്ചപ്പോൾ കൂടെയുള്ള പലരും പിഴച്ചുപോയി. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല, വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതീയരിലെ പാപികളായിട്ടല്ല. എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴി, മോശയുടെ നിയമമാണ് ഉദ്ദേശിക്കുന്നത്, നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവന് നീതീകരിക്കപ്പെടുകയില്ല. പത്രോസിന്റെ തെറ്റ് തിരുത്തുന്ന പൗലോസിനെ പത്രോസ് പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഇവിടെ പൗലോസിന്റെ ലേഖനങ്ങളെ പത്രോസ് പ്രശംസിക്കുകയാണ്. പത്രോസിന് ലഭിച്ച ജ്ഞാനത്തെക്കാളും കൂടുതൽ പത്രോസിന് ദൈവിക ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പൗലോസിന് അതിവിശിഷ്ടമായ രീതിയിലുള്ള ദൈവിക ജ്ഞാനം കിട്ടി. ഇത് പൗലോസ് നേടിയെടുത്തതല്ല, പിന്നെയോ പൗലോസിന് ലഭിച്ചതാണ്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ എത്ര ദൈവിക ജ്ഞാനം നിറഞ്ഞവയാണ്. പക്ഷേ ഇത് എഴുതിയത് പൗലോസാണെങ്കിലും പൗലോസിന്റെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല എഴുതിയത്. ഇവിടെ ഈ വാക്യത്തിൽ പത്രോസ് പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ലഭിച്ചതാണ്, ഗിഫ്റ്റായി കിട്ടിയതാണ്, അധ്വാനിച്ചു വാങ്ങിയതല്ല. ദൈവം ചിലർക്ക് ജ്ഞാനം ഗിഫ്റ്റായിട്ട് കൊടുക്കും. സോളമന് കൊടുത്തു. 1-ാം നൂറ്റാണ്ടിലെ സഭയെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പാതയിൽ
കൊണ്ടുപോകുവാൻ പൗലോസിന്റെ ലേഖനങ്ങൾ വളരെ സഹായിച്ചിട്ടുണ്ട്. പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. പിന്നെ ഈ ലേഖനങ്ങൾ എഴുതുന്നത് പൗലോസിന്റെ സ്വന്തം ജ്ഞാനം അനുസരിച്ചല്ല, മാനുഷിക ബുദ്ധിയല്ല. ദൈവമക്കൾക്ക് ഇന്നും ദൈവജ്ഞാനം കൊടുക്കുന്നുണ്ട്. സോളമന് ജ്ഞാനം കിട്ടി. സോളമൻ അധ്വാനിച്ച് കിട്ടിയതാണോ? അല്ല. 1 രാജാക്കന്മാർ 4:29. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. സോളമന്റെ മിടുക്ക് കൊണ്ട് കിട്ടിയതല്ല, ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും. ഇനി പൗലോസിന് ഈ ജ്ഞാനം ലഭിച്ചു. പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 2:10. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ദൈവം തന്നെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യം നീക്കി സത്യം ഇതാണ് എന്നൊരുവന് വെളിപ്പെടുത്തുകയാണ്. ദാനിയേൽ സാധാരണ മനുഷ്യനാണ്, പക്ഷേ ഇതാണ് കാര്യം. ആ രഹസ്യത്തെ മറ നീക്കി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സ്വപ്നത്തിന്റെ അർത്ഥം ഇതാണ്, ആ സ്വപ്നം ഇതാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ദാനമായി കിട്ടുകയാണ്. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന, പരിശുദ്ധാത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി 1 കൊരിന്ത്യർ 2:13. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 2 ലേഖനത്തിൽ പറയുന്ന കാര്യം, ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ. ലോകത്തിൽ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് ലോകജ്ഞാനം നേടുന്നത്. അത് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതല്ല, അധ്വാനിച്ച് നേടുന്നതാണ്. എന്നാൽ ദൈവിക ജ്ഞാനം നമ്മൾ അധ്വാനിക്കാതെ ദൈവം ഒരു ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി? നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. നീ എന്തിന് സ്നാനപ്പെട്ടു? നീ എന്തിന് പാരമ്പര്യം വിട്ടു? നീ എന്തിന് പഴയ തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിച്ചോ? തെറ്റായ ആചാരങ്ങൾ ഉപേക്ഷിച്ചോ? നീ എന്തുകൊണ്ട് നുണ പറയുന്നില്ല? ആ സമയത്തെല്ലാം നമ്മെ വിമർശിക്കുന്നവരോട് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മെ ദ്രോഹിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായിരിക്കാം. തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് അവരോട് പറയേണ്ട വാക്കുകൾ എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് നാം ആ സമയത്ത് പഠിച്ചു നേടുന്നതല്ല, അതൊരു ഗിഫ്റ്റായി ദൈവം തരുന്നതാണ്. ലൂക്കോസ് 21:14 തൊട്ട്, എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന വാക്ചാതുരിയും ജ്ഞാനവും. സ്തേഫാനോസ് ആത്മാവ് നിറഞ്ഞവനായിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളോട് എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ദൈവം കൊടുത്ത ജ്ഞാനത്തിലാണ് സംസാരിച്ചത്. പിന്നെ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറ്റി, പക്ഷെ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. നമുക്ക് ഈ ജ്ഞാനമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കുകയത്രയേ വേണ്ടത്, അപ്പോൾ ലഭിക്കും. സദൃശവാക്യങ്ങൾ 2:6 തൊട്ട്, യഹോവയല്ലയോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ.
അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും സത്യവും സകല സന്മാർഗവും ഗ്രഹിക്കും. അങ്ങനെ നീ നീതിയും ന്യായവും സത്യവും സകല സന്മാർഗവും ഗ്രഹിക്കും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ദൈവിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ദൈവിക ജ്ഞാനം ദൈവം തരും. എസ്രായുടെ പുസ്തകം എസ്ര 7:25. എസ്ര നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച്. എസ്രയ്ക്ക് ആരാണ് ജ്ഞാനം കൊടുത്തത്? പൗലോസിന് ആരാണ് ജ്ഞാനം കൊടുത്തത്? എസ്ര നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ വിഷയം പൗലോസ് പ്രസംഗിച്ചതും ലേഖനം എഴുതിയതും ദൈവം തനിക്ക് ദാനമായി കൊടുത്ത ജ്ഞാനത്തിൽ നിന്നാണ്. അത് പത്രോസും അംഗീകരിക്കുന്നു. പൗലോസിന് ലഭിച്ച ജ്ഞാന നിമിത്തമാണ് ലേഖനങ്ങൾ എഴുതിയത്. ഇനി പൗലോസും അക്കാര്യം വീണ്ടും സമ്മതിക്കുന്നുണ്ട്. കർത്തൃമേശയെക്കുറിച്ച് 1 കൊരിന്ത്യർ 3:10. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിശുദ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. നാം ഇന്ന് ധ്യാനിച്ച വാക്യം, ആ വാക്യം മുഴുവനായി ധ്യാനിച്ച് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ആ വാക്യം ഒരു തവണ ഒന്ന് വായിക്കാം. 15-ാം വാക്യം എല്ലാവരും 2 തവണ വായിക്കാം. 2 പത്രോസ് 3:15. 2 പത്രോസ് 3:15 എല്ലാവരും ഒന്ന് എടുത്തേ. 2 പത്രോസ് 3:15 എല്ലാവരും എടുത്തതിന് ശേഷം ഒരു 2 തവണ നമുക്ക് വായിക്കാം. 2 പത്രോസ് 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതേക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. വീണ്ടും വായിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ബോബന സിസ്റ്റർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം. ഹല്ലേലൂയ. സ്തുതി സ്തോത്രം. നന്ദി ദൈവമേ, നന്ദി അങ്ങേക്ക് ആരാധന, സ്തുതി സ്തോത്രം. കർത്താവായ യേശുവേ, ഈ പകല് മുഴുവൻ ഞങ്ങളെ കാത്ത് പരിപാലിച്ച് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കാത്തു കൊണ്ടുപോയതോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്ക് ആരാധിക്കാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പൊന്നു തമ്പുരാനെ സർവ്വമഹത്വം ഇന്നത്തെ ദിവസം മുഴുവനും രാത്രിയിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ടാകുന്നു. സുഖമായ ഉറക്കം തന്ന് ഞങ്ങളെ കാണുവാൻ ഇടവരുത്തുമാറാകുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഞങ്ങൾ എന്ത് പഠിച്ച വചനങ്ങള്, ഞങ്ങൾ ആ വചന സത്യങ്ങളും ഞങ്ങൾ ഗ്രഹിച്ച പ്രാർത്ഥനകളെല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തുമാറാകണം. അങ്ങയുടെ ജ്ഞാനത്തെ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുവാറാകണം. കർത്താവെ സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങളിൽ വന്നു നിറയട്ടെ. കർത്താവെ അങ്ങയുടെ വരവ് താമസിക്കും തോറും അങ്ങയുടെ ദീർഘക്ഷമയും ഞങ്ങൾ മനസ്സിലാക്കുകയും കരുതുകയും ചെയ്യും. കർത്താവെ അങ്ങേക്ക് ഒരു ദിവസം 1000 പോലെയുമാണല്ലോ കർത്താവെ. അങ്ങയുടെ വരവ് എപ്പോഴാണ് മാത്രം പിതാവായ ദൈവമല്ലാതെ മറ്റാർക്കും അറിയുന്നില്ല. അങ്ങേക്ക് ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ട് കർത്താവെ ഇടവരുത്തുമാരാകണമെന്ന് ഞങ്ങളുടെ കൂട്ടായ്മ അങ്ങനത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലുള്ള ഓരോ അംഗങ്ങളെയും പ്രത്യേകമായി സജീവ് ബ്രദറിന്റെ അങ്ങനത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ
എപ്പോഴും മരുന്നുമായിട്ട് കാത്തിരിക്കുകയാണ് ആ ദൈവമായ യഹോവേ. അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ ആ സഹോദരിയെ അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഏകസ്വരത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും സൗഖ്യമാറാകണമേ. രോഗികളുടെ മധ്യസ്ഥനായ കർത്താവ്, കർത്താവ്, മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ്, ആ സഹോദരി അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുത്ത് ആ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ. സഹോദരിക്ക് ദൈവത്തിന് ആത്മസമൃദ്ധി നൽകുകയും ചെയ്യുമാറാകണമേ കർത്താവ്. എല്ലാ ദിവസവും അങ്ങേ രക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ മക്കളെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ തിരുവചനം പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന അങ്ങയുടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം സ്തുതിക്കുന്നു നാഥ. തിരുവചനം